നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് എല്ലാം ഡമാൽ ഡമാൽ എന്നാണ്. എല്ലാ സ്റ്റോക്കും താഴെ ഇറങ്ങിയിട്ടുണ്ട്. വളരെ ഖുഷിയാണ്. നിങ്ങളും ഖുഷിയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗോൾഡും താഴെ ഇറങ്ങിയിരിക്കുന്നു. 14,300 ആണ്. ഡിസൈസീവായിട്ട് 5,000 അത് ക്രാക്ക് ചെയ്തു. എന്ന് വെച്ചാൽ കച്ച എണ്ണയുടെ വില വന്നിട്ട് 111 ക്രോസ് ആയിട്ടുണ്ട്. 107.8 എന്നാണ് പറയുന്നത്. പക്ഷേ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 110, 111 ആണ്. ഖത്തറിൽ ഒരേ ഗുണ്ടാണ്. ഖത്തറിൽ ഗുണ്ടിട്ട് വേൾഡ് ലാർജസ്റ്റ് LNT പ്ലാന്റിനെ അവർ വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഓയിൽ ഗ്യാസ് എല്ലാം ഗാലി. ഇന്ത്യയിൽ LPG ഗ്യാസിന് ഗവൺമെൻറ് ഷോർട്ടേജ് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ റെസ്റ്റോറൻറ്റിലൊക്കെ ഭയങ്കര ഷോർട്ടേജാണ്. നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ 4-5 മണി നേരം ക്യൂവിൽ നിൽക്കുന്ന പോലത്തെ വീഡിയോ ഒക്കെ വരുന്നു. ഇത് സത്യം ഏതാണ് കള്ളമെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. വെള്ളി അഫീഷ്യലായിട്ട് 265. ഇന്നും താഴെപ്പോൾ എത്രയ്ക്ക് ഇരിക്കും എന്ന് പറയാൻ പറ്റുന്നില്ല. നിഫ്റ്റി 23,000 താഴെ ചെന്നിരിക്കുന്നു. 23,200 ആണ്. രാവിലെ 600 പോയിൻറ്റിൻ്റെ മുകളിൽ ചെന്നു. 23,300 ഡമാൽ എന്നൊരു ബോർഡ് ഇട്ടു. ഡമാൽ എന്ന് താഴെ ഇട്ടു. എല്ലാം ഇപ്പോൾ ഒരേ ഖുഷിയിലാണ്. അതിന് ശേഷം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സെഞ്ചുറി അടിച്ചില്ലല്ലോ, എല്ലാവരും വിഷമിക്കുന്നു. ഒരേടിയായിട്ട് 92.40 93.40 ആണ്. ഇതിൽ 93 രൂപയെ ഡിസൈസീവ്ലി അവർ ഉടച്ചിരിക്കുന്നു. ജസ്റ്റ് ₹6.70 100 എടുക്കാൻ. സ്ക്രീനിൽ ഒരു 3% മാർക്കപ്പ് ഇല്ലാതെ ഏത് ബാങ്കും തരത്തില്ല സാധാരണ ജനങ്ങളിന്. അത് 96, 97 അടുത്തിരിക്കുന്നു. നെർവസ് 90s ചെന്നുകൊണ്ടിരിക്കുന്നത്. രൂപ ഡെഫിനറ്റായിട്ട് സെഞ്ചുറി അടിക്കും. നിങ്ങൾക്ക് ശ്രീ അമിതാഭ് ബച്ചനൊക്കെ ഓർമ്മയായിരിക്കും. 30 രൂപയ്ക്ക് 10 രൂപയ്ക്ക് 5 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞു. എങ്ങനെ പോയി വാങ്ങണമെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചോ. ഇൻഡെക്സ് 3 കയറ്റിയതൊക്കെ ഒരേടിയായിട്ട് താഴെ ഇറക്കിയിരിക്കുന്നു. 2.5% ഡൗൺ ആണ്. ലൈറ്റ് കയറ്റിയായിരുന്നു, ഇന്ന് 1.7% താഴെ ഇറങ്ങിയിരിക്കുന്നു. ഫാർമ 1.4 ആണ്. FMCG 1.7, എയർടെൽ 1.6. ആരും മുകളിലില്ല. ഉള്ള സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റിയാണ്. HDFC ബാങ്ക് 8% ഡമാലാണ്. ഞാൻ സംസാരിക്കുമ്പോൾ 6% കട്ട് ചെയ്തിരിക്കുന്നു. ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾ 3.5% ഡൗൺ. പാസഞ്ചർ വെഹിക്കിൾ 3.5% ഡൗൺ ആണ്. IDFC 3.5% ഡൗൺ. ഇരസ് ലൈഫ് സയൻസസ് 1.76% ഡൗൺ. കല്യാൺ ജുവലേഴ്സ് 3.5% ഡൗൺ. തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് 3.5% ഡൗൺ. എസ് ബാങ്ക് 3% ഡൗൺ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 2.8% ഡൗൺ. ബാങ്ക് 2.3% ഡൗൺ. ഡോക്ടർ റെഡ്ഡി 1.5% ഡൗൺ. എല്ലാം ഡൗണ് തന്നെ. ഉള്ള മുഖ്യ വാർത്ത HDFCനെ കുറിച്ചാണ്. നെഞ്ചുപിടിക്കുന്ന വാർത്തയാണ് അതൊക്കെ. HDFCയുടെ ഒരു പാർട്ട് ടൈം ചെയർമാൻ ഒരു IAS ഓഫീസറാണ്. ഞാൻ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഈ കളിക്ക് വരുന്നില്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെ എത്തിക്സ് ആൻഡ് മോറൽ അനുസരിച്ചില്ല. ആണ് എൻ്റെ വാഴ്ക്കയിൽ കടപിടിക്കുന്ന ഈ എത്തിക്കൽ ആൻഡ് മോറൽ വാല്യൂക്ക് എതിരെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവിടെ കാര്യമെന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ല. കുറേ ദിവസം നല്ല കളിച്ചുകൊണ്ടിരുന്നു. ഇത് മതിയെന്ന് വിചാരിച്ചിരിക്കുന്നപ്പോൾ ഡിസിഷൻ പറഞ്ഞുകൊണ്ട് അയാൾ വിട്ടുപോയി. ആരും എന്താണ് പോയത്, എന്താണ് കാരണം ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീ ഇപ്പോൾ തിരികെ ചെയർമാനായിരിക്കുന്നു. HDFC ബാങ്കും HDFCയും മെർജറായതും ഇന്നും റിസൾട്ട് ശരിയായി വന്നില്ല എന്ന് അവർ പറയുന്നു. ആളെ നോക്കുമ്പോൾ HDFC ബാങ്കിനെ എല്ലാം അടിച്ചിരിക്കുന്നു. പല കോൺട്രാക്റ്റും പല കാര്യങ്ങളും നടക്കുന്നത് അവർ അറിയാൻ പറ്റുന്നു. പറഞ്ഞില്ല, അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതുവരെ വെളി വന്നില്ല. ഒരു ഡീറ്റെയിലും ഇന്നും വന്നില്ല. അടിയാണ് അടിച്ചിരിക്കുന്നത് അതിന്. പക്ഷേ നമുക്ക് നല്ലൊരു സമയമാണ്. ഹോക്കിനെ എടുത്തിട്ട് പോയി നമ്മൾ 1-2 എന്ന് കൺസിഡർ ചെയ്യാം. വലുതായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിൽ അകപ്പെടും. 1,500 പോയിൻ്റ് അടുത്ത് ബാങ്ക് നിഫ്റ്റി ഡമാലാണ്. ഒരു ദിവസം കൊണ്ട് കയറ്റിയത് ഒരേ ദിവസം കൊണ്ട് താഴെ ഇട്ടു ബാങ്ക് നിഫ്റ്റി. ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ 22,900 വരയ്ക്കും ചെന്നു. ഇപ്പോൾ 23,180. ഇന്നും ഒരു 200 കുറയുവാണെങ്കിൽ ലോവസ്റ്റിലും പോയിന്റിന് പോവാം. ഇന്നില്ലെങ്കിലും നാളെ അത് നടക്കും. അതിലേത് മാറ്റവും ഇല്ല. ഇതിൽ വളരെ സൂക്ഷിച്ച് നിങ്ങൾ 1-2 എന്ന് കൺസിഡർ ചെയ്യണം. റിസ്ക് എടുക്കാൻ പോകരുത്. എടുക്കുവാണെങ്കിൽ പാട് നിങ്ങൾക്കാണ്, എനിക്കില്ല. ഇത് ഹോക്കിഷ് ആയിരിക്കുന്നു. വാറൊക്കെ ഇരിക്കുന്നു. വിലവാശി കയറാൻ പോകുന്നു. കാരണം റേറ്റ് കട്ടൊന്നും സംസാരിക്കേണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞാൻ വളരെ സ്ട്രോങ് ആയിരിക്കും. ഈ അൺസർട്ടിനിറ്റിയെ കുറിച്ചൊന്നും ഞാൻ വിഷമിക്കാൻ പോകുന്നില്ല. കയറ്റില്ല, പണ്ടൊന്നും വലുതായിട്ട് പോകുന്നില്ല. ഞാൻ അവിടെ തന്നെ ഇരിക്കണം. എൻ്റെ അടുത്തിരിക്കുന്ന പ്രോബിൾ ക്ലോസ് ആകുന്ന വരയ്ക്കും ഞാൻ ഇരിക്കും. 2 years ടേം ഇരിക്കുന്നു. ഇത് രാജ ഏത് പട്ടണത്തിൽ വന്നാലും ഇവിടെ ഇരുന്ന് എൻ്റെ ഒപ്പീനിയനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞിട്ടുള്ളത്. ബാങ്ക് ഓഫ് ജപ്പാൻ അങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നു. ഞങ്ങൾ റേറ്റിനെ കയറ്റുമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. വേൾഡ്സ് ലാർജസ്റ്റ് നാച്ചുറൽ ഗ്യാസ് വന്നിട്ട് ഖത്തറാണ്. ആ ഫീൽഡിൽ ഗുണ്ടിട്ട് ഗാലിയാക്കിയിരിക്കുന്നു. കാരണം വില കയറും.
അതിൽ ഫ്രൈഡേ നൈറ്റ് 109 ക്രോസ് ആകുവാണെങ്കിൽ പിന്നെ 110 111 ഇപ്പോൾ ഇരിക്കുന്നത്. തിരികെ എല്ലാവരും ചുമ്മാ ഇല്ലാതെ എന്നെ വരുമാ തിരികെ ട്രോള എന്ന് പറഞ്ഞൊക്കെ ഒരു കൺഫ്യൂഷനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓസ് ക്രൈസിസ് വന്നിട്ട് ഇന്ത്യയുടെ എനർജീനെ കഷ്ടപ്പെടുത്തുന്നു. കച്ച എണ്ണ കൂടെ ഒരു ദിവസത്തെ സപ്ലൈ തന്നെ എന്ന് പറയുന്നു. കാരണം ഗ്യാസ് പ്രോബ്ലം കണ്ടിന്യൂ ആകും. കർണാടക കേരളയിലൊക്കെ വന്ന് ഗ്യാസ് ഇറങ്ങിയില്ല എന്ന് പറയുന്നു. 23 22 എല്ലാ ഹോട്ടലും ബന്ദ് എന്ന് പറയുന്നു. ആ സൈഡ് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് നല്ലതാണ്. കർണാടകയിൽ എന്ത് പറയുന്നു എന്നാൽ ഇരിക്കുന്നത് 40,000 റെസ്റ്റോറൻറ്റ്, ഇറങ്ങിയിരിക്കുന്നത് പുതിയതായിട്ട് 1000 സിലിണ്ടറാണ്. ചെയ്യണമെന്നറിയാതെ പല സ്ഥലങ്ങൾ മൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഗോൾഡും വെള്ളിയും ക്രാക്കായിരിക്കുന്നു. ഗോൾഡ് പക്ഷെ നമ്മൾ കൊടുത്ത കാലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. സിൽവർ 77 അടുത്ത് വന്നിരിക്കുന്നു. 70 അടുത്ത് എത്തും. ബി വന്നിട്ട് 75,000 കോടി റീച്ച് ചെയ്തിരിക്കുന്നു. നമ്മളെല്ലാവരും കൈത്തട്ടാം 17 വരയ്ക്കും. എന്ത് ശേഷം 2 ദിവസമായി 80 റീച്ച് ചെയ്യും. സെഞ്ചുറി ഇടുമോ ഇടൂല്ല എന്നതാണ് ഇവിടുത്തെ ചോദ്യം. സെഞ്ചുറി ഇട്ടെങ്കിൽ $11 ബില്യൺ വെളിയിൽ പോവും. ഇപ്പോഴേ 72 എന്ന് പറയുമ്പോൾ 9 പോകുമെന്ന് തോന്നുന്നു. 8 വന്നിട്ട് ഡെഫിനറ്റായിട്ട് ചെന്നിരിക്കുന്നു. 9 നോക്കി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മളെ റുപ്പി റെക്കോർഡ് ഫ്ലോ ആണ്. ഇന്നും പ്രഷർ കയറിക്കൊണ്ടേ ഇരിക്കുന്നു. ഒരു 10 ദിവസം കൊണ്ടിടുവാണെങ്കിൽ 95 ആണ്. 697 വരുവാണെങ്കിൽ സെൻറ്റം ഇട്ടതുപോലെയാണ്. അല്ല ഇരുന്നും റെഗുലർ സെഞ്ചുറീനെ അടിക്കും. അല്ല ക്ഷമയോടെ ഇരിക്കാം. സോ ഡോളർ ഏർണിംഗ് സ്റ്റോക്സിനെ നോക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. PSU സ്റ്റോക്സ് 6 ലക്ഷം കോടിയാണ്. പക്ഷെ അത് ബുസ്സിന്ന് പോയി. കൺസിഡർ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞു. എന്നുവെച്ചാൽ ഒരേ ഒരു ചോദ്യം ചോദിച്ചു. ഇളക്കാരർ പോയാൽ ഞങ്ങൾക്ക് വിഷമമില്ല. ഇൻവെസ്റ്ററാണ് ഞങ്ങളെ സ്റ്റോക്ക് അബ്സോർബർ ഇരിക്കുന്ന വരയ്ക്കും എനിക്ക് വിഷമമില്ല. അങ്ങനെയൊക്കെ സംസാരിച്ചല്ലോ. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിരിക്കുന്നവരൊക്കെ തലയിൽ വെള്ളത്തുണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ എന്താണ് ഉത്തരം പറയാൻ പോകുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നു. GST കട്ട് ചെയ്തത് റേറ്റൊക്കെ കുറയുമെന്ന് എല്ലാവരും വിചാരിച്ചു. വെറും കാർ റേറ്റ് മാത്രമാണ് കുറഞ്ഞിരിക്കുന്നു. റേറ്റൊക്കെ പെട്ടെന്ന് കയറും. കച്ചിതിനെക്കാട്ടിലും കൂടുതൽ കയറി പോക്കറ്റിലാണ് ചെന്നിരിക്കുന്നത്. ഹെഡിങ് എന്തിട്ടിരിക്കുന്നത് എന്നാൽ GST കട്ട് ഇൻ മിസസ് എസെൻഷ്യൽസ് ഷ്രിം 83 രൂപ 93 രൂപ പോയി അപ്പോൾ 13-14% റുപ്പി ഡിപ്രീസിയേഷനിൽ തന്നെ ചെന്നിരിക്കുന്നു. GST കട്ടൊക്കെ ഭയങ്കര ഒരു പാട് പോലെയാണ്. ബെയിങ് ബീലാണ് 1355 കോടി രൂപ വന്ന് ചെക്കായിട്ട് വന്ന് കൊടുത്തിരിക്കുന്നു. അപ്പുറം വാങ്ങി ജോലിയായിട്ട് അകത്ത് വച്ചിരുന്നു. ഇനി ഫ്യൂച്ചർ ഗ്രോത്ത് വളരെ നന്നായിരിക്കും എന്ന് പറയുന്നു. ഫൈനാൻസിൻ്റെ റിഫോം തുടങ്ങിയിട്ടുണ്ട്. വന്നിരിക്കുന്നു. ഗ്രോത്തിന് എന്ത് ചെയ്യും എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ഇവർ എന്ത് പറയുന്നു എന്നാൽ ബിസിനസ്സിനെ സെപ്പറേറ്റ് ആക്കി, പ്രീമിനെ തനിയാക്കി, ഫുഡിനെ സോപ്പിനെ രണ്ടാ പിരിച്ച് ഹൈ മാർജിൻ വാല്യൂ ബിസിനസ് മാത്രമേ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇവിടുത്തെ യൂണിലിവർ നമ്മൾ തൊടാതിരിക്കുന്ന കാരണം മൈക്രോ ഫിനാൻസിൽ റിക്കവറി തുടങ്ങി എന്ന് പറയുന്നു. CSM PSN പ്രിന്റിംഗ് കമ്പനിയും ചേർന്ന് ഈ ടൈപ്പ് ചെയ്ത് വർക്ക് ഫോഴ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് ലേണിംഗ് പറഞ്ഞു തരുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒക്കെ വന്നിട്ട് ഒരു അഗ്രോ കെമിക്കൽ ഡീമെർജർ ചെയ്യാൻ പോകുന്നു. അതിപ്പോൾ ഡീമെർജറായി വാല്യൂ അൺലോക്ക് ആവും. ഈ സ്റ്റോക്ക് ഇന്നലെ തന്നെ റീബൗണ്ട് ആയിട്ടുണ്ട്. തിരികെ കറക്ഷൻ വന്നിരിക്കുന്നു. സൈഡസും ടോറൻറ്റും ചേർന്ന് കൂട്ടുകാരെ ചെയ്യുന്നതായിട്ട് സംസാരിച്ചിരിക്കുന്നു. EV ലോക്കലൈസേഷന് ടാറ്റയും പോർഷയും ഒരു ജോയിൻറ്റ് വെഞ്ചർ ഇട്ടിരിക്കുന്നു. ശേഷം ക്രെഡിറ്റ് കാർഡൊക്കെ ഞങ്ങളെ കൊണ്ട് നടത്താൻ പറ്റുന്നില്ല. ഇതിന് ഭയങ്കര പാടായിട്ടുണ്ട്. ഇല്ല ആരെടുത്തെങ്കിലും വിറ്റുകൊണ്ട് പോവാമെന്ന് ചാപ്പ് ഡിസൈഡ് ചെയ്തിരിക്കുന്നു. പോയതിന് ശേഷം ഇവരും പോകുന്നു. കാരൊക്കെ ഇന്ത്യയെ വിട്ടു പോകുന്നു. ഇതിനൊക്കെ എയ്തർ നമ്മൾ രക്ഷിക്കണം അല്ലെങ്കിൽ ഫണ്ടിൽ കടം കെട്ടണം. ഞാൻ പോകുന്നതിന് നമുക്ക് ക്ഷമയോട് കാക്കരുത് നോക്കാം. നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.